ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഈവനിങ് ടു നൈറ്റ് റൊട്ടീനാണ് ഇന്ന് ഞാൻ ക്യാപ്ചർ ചെയ്തേക്കണം. അപ്പം ഞാൻ വൈകിട്ട് കുറച്ച് സമയം കിടന്നുറങ്ങിയായിരുന്നു. മോൻ്റെ കൂടെ കുറച്ച് സമയം കിടന്നുറങ്ങി. അത് എല്ലാ ഡേയ്സും പറ്റാറില്ല, എന്നാൽ ചില ദിവസങ്ങൾ മോൻ്റെ കൂടെ കുറച്ച് സമയം ഉറങ്ങാറുണ്ട്. അവനൊരു 3 to 6 അല്ലെങ്കിൽ 4 to 6 ഒക്കെ ഉറങ്ങാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് സമയം ഇന്ന് ഉറങ്ങി. എനിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പനിയും അതിൻ്റെ അസ്വസ്ഥതകളുമായിട്ടൊക്കെ ഇരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് റെസ്റ്റ് വേണം എന്ന്. അതുകൊണ്ട് രാവിലെ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും അങ്ങനെ എല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ കുളിച്ചു, പിന്നെ ഞാനിതുപോലെ ഉറങ്ങി എഴുന്നേറ്റു. അത് കഴിഞ്ഞ് ഞാൻ വിളക്ക് കത്തിച്ചു. ക്രിസ്ത്യൻസ് എത്ര പേര് വിളക്ക് കത്തിക്കും എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ കത്തിക്കാറുണ്ട്. അപ്പം വിളക്ക് കത്തിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണേ. അപ്പം ഞങ്ങൾ വിളക്ക് കത്തിക്കുന്ന ഒരു സമയം വൈകിട്ടൊരു 6:30 തൊട്ട് ഒരു 7:30 ആ സമയത്തിനുള്ളിൽ കത്തിക്കും. അങ്ങനെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രെയർ, അത് ഒരു പാട്ട് പാടും, പിന്നെ ബൈബിള് വായിക്കും. അത് മുടക്കാണ്ട് എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ്. ഏത് സഭയാണ്, ഏത് മതമാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അത് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്കങ്ങനെ ആ ഒരു ഡേയിൽ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തില്ല എങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാനൊരു ദിവസം പ്രെയർ ചെയ്തില്ലെങ്കിൽ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഫുഡ് കഴിച്ചു. എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചു. ഫുഡിൻ്റെ കൂടെ തന്നെ ഞാനൊരു കോഫി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് കോഫി. അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു ടെക്സ്റ്റ് റീഡ് ചെയ്യുന്നുണ്ട്. കുറേ നാൾ കൊണ്ട് കുറേ പുസ്തകങ്ങൾ വായിച്ചു തീർത്തു. അപ്പം ഇനിയിപ്പോൾ പുതിയൊരു പുസ്തകം ടെക്സ്റ്റ് ബുക്ക് കിട്ടിയായിരുന്നു. അപ്പം അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 1-2 പേജ് ഡെയിലി വായിക്കും. അതൊരു സ്ട്രെസ്ഫുള്ളായിട്ട് ചെയ്യാൻ എനിക്കിഷ്ടമല്ല, പക്ഷെ ഞാനത് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് എനിക്കതൊരു സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുമില്ല. അപ്പം ഭയങ്കര കാമായിട്ട് ക്വയറ്റായിട്ട് എനിക്ക് ഇരുന്ന് ഞാനത് റീഡ് ചെയ്യും. ആ സമയത്ത് മോൻ എവിടെ നിന്ന് കളിക്കുകയോ അവൻ്റെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ആയിരിക്കും കേട്ടോ. അവനങ്ങനെ എന്നെ വഴക്കുണ്ടാക്കി എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കുഞ്ഞല്ല. അപ്പോൾ ആൾ കുറച്ച് സൈലൻ്റ് എന്നല്ല, അവൻ്റെ അടുത്ത് കളിച്ചോളും. അവൻ്റെ ടോയ്സും അല്ലെങ്കിൽ എന്തെങ്കിലും കാർട്ടൂണോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അവൻ അതും കൊണ്ടിരുന്നോളും. പിന്നെ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത്യാവശ്യം നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കളക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ സമ്മറിയും അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം എല്ലാവരും ചിലപ്പം അതിങ്ങനെ ഞാൻ ഇതിനകത്ത് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഞാനൊരു വേഗമായിട്ടുള്ളൊരു ഐഡിയ തന്നത്. അപ്പം വൈകിട്ട് എപ്പോഴും ഒരു ക്യാൻഡിലോ അല്ലെങ്കിൽ എൻ്റെ ആ കിച്ചൻ്റെ ഏരിയ, കബോർഡിൻ്റെ ഏരിയ, അവിടെ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റേ ധൂപ്പോ സാമ്പ്രാണിത്തിരിയോ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് എപ്പോഴും ഒരു ക്യാൻഡിൽ എപ്പോഴും എൻ്റെ വീട്ടിൽ കാണും ഒരു സന്ധ്യ സമയത്ത്. പിന്നെ ഞാൻ എൻ്റെ ഡയറി എടുത്തു. ഡയറിയിൽ എനിക്ക് നാളെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് യൂഷ്വലി ഞാൻ എഴുതാറ്. പണ്ട് ഞാൻ ചെയ്യുന്നത് ഇത് കിടക്കുന്ന ടൈമിലായിരുന്നു ഡയറി നോട്ട്സ് എഴുതുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മോനുള്ളത് കൊണ്ട് അവനെ ഉറക്കണമല്ലോ. അപ്പോൾ ലൈറ്റ് ഇട്ട് എനിക്ക് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇയാളും എൻ്റെ കൂടെ ഉണർന്നവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ എനിക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്ന ഒരു ഈവനിങ് ടു എൻ്റെ ഒരു ഡിന്നർ കഴിഞ്ഞിട്ട് ഏത് ടൈമാണോ ഞാൻ ഓക്കെയാണ്, അപ്പോൾ ഡയറിയും ഈ ടെക്സ്റ്റ് ബുക്കും റീഡ് ചെയ്യുന്ന ആ ഒരു ടൈം ഞാൻ അതിലോട്ട് ഷിഫ്റ്റ് ചെയ്തേ അങ്ങനെയാണ്. നേരത്തെ ഇപ്പം അല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നവർ രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ദെൻ ഡയറിയിൽ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക, ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുക. ദെൻ അല്ലെങ്കിൽ ഇന്നത്തെ നമുക്ക് ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് എഴുതാനുള്ളത് അതൊക്കെ ഡയറിയിൽ നോട്ട് ചെയ്യുക, അടച്ചു വെക്കുക, സന്തോഷമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ അതാണ് ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം പക്ഷേ എനിക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം മോനുള്ളത് കൊണ്ട്. ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷേ സിറ്റുവേഷൻ മാറിയാലും നമ്മളുടെ നമ്മുടെ റൊട്ടീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്താലും അത് ചെയ്യാതിരിക്കരുത്.
എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം കേട്ടോ, നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ഞാനപ്പം ഇതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, നാളെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ബാക്കി കാപ്പി അവിടെ ഇരുന്നത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 24 ന്യൂസ് വെച്ചു. 24 ഏഷ്യാനെറ്റോ ഏതെങ്കിലുമൊക്കെ ന്യൂസ് കാണുന്നത് എപ്പോഴും നാടുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യാനും, കുഞ്ഞാണെങ്കിലും നാട്ടിലെ ആ ഒരു കാര്യങ്ങൾ അവൻ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയാണ് ഇടുന്നത്. അവനൊന്നും മനസ്സിലാവത്തില്ല എങ്കിൽ പോലും എനിക്കാണെങ്കിലും അവിടുത്തെ ഒരു മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈവനിങ് ആണ്. സോ അപ്പം എൻ്റെ ഒരു ഈവനിങ് റൂട്ടീൻ സമയത്ത് ഇപ്പോൾ കിച്ചണിലെ സമയവും പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ന്യൂസ് ഞാനങ്ങ് വെക്കും. അപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക, ഒരു സൗണ്ട്, ഒരു ഹസ്ബൻഡ് എന്തായാലും നൈറ്റ് ആയിരിക്കും, മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് വീട്ടിലൊരു സൗണ്ട് ഇല്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരുമാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഓക്കെയാണ്, ടി വി ഇപ്പം ഇല്ലെങ്കിലും ഓക്കെയാണ്. പക്ഷേ ഇവിടെ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് എനിക്കപ്പം കുറച്ച് ഞാൻ മിസ് ചെയ്യുന്നു തോന്നി, എനിക്കപ്പം ഈ ടി വിയോ ന്യൂസോ അങ്ങനെയൊക്കെ കാണുമ്പം ഞാൻ ഓക്കെ ആവും. പിന്നെ ഞാനിങ്ങനെ ന്യൂസ് അവിടെ ബാക്കിൽ റണ്ണാവുന്നുണ്ട്, അതിങ്ങനെ കേട്ടോണ്ടാണ് എൻ്റെ ബാക്കി ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പം കിച്ചണിൽ രാവിലെ എൻ്റെ കുക്കിംഗ് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിന് ഫുഡ് കൊടുത്തതും പിന്നെ അങ്ങനെ കുറച്ച് അലമ്പായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ക്ലീൻ ചെയ്തൊരു കിച്ചൺ അങ്ങനെ കാണിക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഞാൻ എങ്ങനെയാണോ അത് നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യാനാണ്. അപ്പം ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കിച്ചൺ ക്ലീൻ ചെയ്ത് പകുതിയായിട്ടല്ല കാണിക്കണേ. ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ കിച്ചൺ കിടന്നത് കേട്ടോ ഇന്ന്. അപ്പം മിക്കവാറും ഇങ്ങനെ കിടക്കാറില്ല, റെയറായിട്ടാണ്. ഇന്ന് ഞാൻ ഉച്ചയ്ക്കൊന്ന് ഉറങ്ങി, ഞാൻ അതുപോലെ ടയേർഡായിരുന്നു കേട്ടോ. ഞാൻ അല്ലെങ്കിൽ അങ്ങനെ കിടന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാൻ അത്ര വലിയ പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇന്ന് ഞാൻ മനഃപൂർവ്വം ഞാൻ ഉറങ്ങിയതാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്കൊരു ഉറക്കം മസ്റ്റായിട്ടും വേണം എന്ന് ചിന്തിച്ചു. കാരണം ബ്രെയിൻ വർക്ക് ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ഉച്ചയായപ്പോഴത്തേന്. രാവിലെ ഞാൻ എണീറ്റ് എൻ്റെ പ്രെയറും എൻ്റെ മോർണിംഗ് റൂട്ടീൻ ഞാനൊരു ദിവസം കാണിക്കാം കേട്ടോ. ഞാൻ എൻ്റെ പ്രെയറും പിന്നെ എൻ്റെ ചെടികളെയൊക്കെ പരിപാലനവും പിന്നെ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. കുക്കിംഗ് ചെയ്തു, ഡിഷ് വാഷറിൽ പാത്രങ്ങൾ കുറച്ച് ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തു വന്നപ്പോഴത്തേനും ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ടയേർഡായി. അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ എന്ന് വന്നപ്പോഴാണ് ഞാൻ പിന്നെ കുറച്ച് സമയം പോയി കിടന്നത്. അപ്പോൾ എനിക്ക് കിച്ചണിലെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയി. അല്ലെങ്കിൽ ഇങ്ങനെ വരാറില്ല കേട്ടോ, എനിക്ക് ടൈം അത്യാവശ്യം കിട്ടുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അതനുസരിച്ച് ടൈം മാനേജ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലുമാണ്. അപ്പം എനിക്കപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ എനിക്ക് കിച്ചൺ ഇന്നൊന്ന് ഓർഗനൈസ് ചെയ്യണം. കാരണം ഞാൻ പുതിയ കബോർഡ്, നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടു കാണും, പുതിയ 2 സെറ്റ് ഓഫ് കബോർഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചണിൽ. അപ്പം എനിക്ക് അത്യാവശ്യം സ്പേസ് വന്നപ്പോഴത്തേനും ഞാൻ ഈ കൗണ്ടർ ടോപ്പിലൊക്കെ ഇരുന്ന കുറേ സാധനങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നും ഇല്ല, സാധനങ്ങളെല്ലാം ഞാനങ്ങ് മാറ്റിയല്ലോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്തു. ഇനി അവിടുന്ന് അപ്പുറത്ത് വെച്ച സാധനം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഞാൻ അതെടുത്ത് ഇപ്പുറത്തോട്ട് വെക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എനിക്കൊന്ന് കിച്ചൺ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയും വേണം. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട്, അതിൽ ചെറിയ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ ലോഡ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി ഡിഷ് വാഷർ ഒരു 90% നിറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം കുറച്ച് ചെറിയ പാത്രങ്ങളാണെങ്കിൽ വെക്കാനുള്ളൊരു സ്പേസ് അതിൽ കാണുമെന്ന് തോന്നുന്നു. അപ്പം അത് നോക്കിയിട്ട് അതിലോട്ട് പാത്രങ്ങൾ പറക്കി വെക്കാം. എന്നിട്ട് വലിയ പാത്രങ്ങൾ ഞാനത് കഴുകി അങ്ങ് വെക്കുകയാണ് ചെയ്യാറ്. കാരണം വലിയ പാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്, അത്ര സ്പേസ് വെറുതെ പോകും. അപ്പം ഞാൻ രാവിലെ അരി ഊറ്റിയ പാത്രവും അങ്ങനെ എന്തൊക്കെയോ അവിടെ സിങ്കിൽ കിടപ്പുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ചെറുതായിട്ട് ക്ലീൻ ചെയ്യുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് എൻ്റെ ഒരു ഡേയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒഴിവാക്കാത്ത കാര്യങ്ങൾ എൻ്റെ ഈവനിങ് പ്രെയർ. അതിപ്പോൾ എന്ത് വന്നാലും എന്ത് തടസ്സം വന്നാലും ഞാനത് ചെയ്യാതിരിക്കുന്നൊരു ഡേ എനിക്ക് കാണില്ലായിരിക്കും കേട്ടോ. എനിക്കെന്തോ ഭയങ്കര ഒരു സമാധാനക്കേട് പോലെയാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ ബെഡിൽ കയറിയിട്ടെങ്കിലും ഞാനൊരു കുറച്ച് സമയം ഞാൻ
ഒന്ന് കാമായിട്ടിരുന്ന് ഞാൻ എൻ്റെ കുറ്റങ്ങളും കുറവുകളും എന്താ പറയുക ഉള്ളതും ഇല്ലാത്തതിനെ പറ്റിയൊക്കെ ദൈവത്തോട് സംസാരിക്കുന്ന, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ. അപ്പം അത് ഞാൻ ചെയ്തു. പിന്നെ എനിക്കൊന്ന് ഞാൻ ജനിച്ച് എനിക്ക് അറിവാകുന്ന സമയം തൊട്ട് എൻ്റെ അമ്മ വീട്ടിൽ ഭയങ്കര പ്രോപ്പറായിട്ട്, അമ്മ ഭയങ്കര ഒരു ഡിവോട്ടി പേഴ്സണാണ്. അപ്പോൾ പുള്ളിക്കാരി പ്രോപ്പറായിട്ട് നൊയമ്പ് നോക്കി, പ്രോപ്പറായിട്ട് പ്രാർത്ഥിച്ച്, പ്രോപ്പറായിട്ട് അങ്ങനെ വന്നൊരു ഫാമിലിയാണ് ഞങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നു അത് കണ്ട് ഞാൻ വളർന്നതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ഞാൻ കുറച്ചും കൂടെ ദൈവത്തോടടുത്തു. പിന്നെ ആഫ്റ്റർ മാരേജ് നമ്മൾ കുറച്ച് ചില്ലായിട്ടൊക്കെ നടക്കും. അത് കഴിഞ്ഞ് ബേബിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കുറേയും കൂടി ദൈവത്തോടടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം, എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുഞ്ഞുമക്കൾ. അപ്പോൾ എൻ്റെ പ്രെയർ, ഞാൻ ചെയ്യുന്ന പ്രെയർ ഇവരെയൊക്കെ അഫക്റ്റ് ചെയ്യും. ഇവർക്കൊക്കെ നല്ല ലൈഫ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കണം. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനൊരു മനസ്സിൽ അങ്ങനൊരു എവിടേക്കോ അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനൊരു ഇത് വന്നതുകൊണ്ടാണ് ഞാൻ ഒരു രാവിലെയും വൈകിട്ടും ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഞാൻ പ്രെയർ ചെയ്യും. ഒരു കൈൻഡ് ഓഫ് യോഗ പോലെ. അതെൻ്റെ ലൈഫിൽ കുറേ നാളുകൊണ്ട് അതെൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. അതെനിക്ക് സത്യം പറഞ്ഞാൽ അത് മൈൻഡ് ഭയങ്കരമായിട്ട് നമ്മുടെ റിലാക്സ് ആവും, നമ്മൾ ഭയങ്കര കാമാകും. അപ്പം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. അതിപ്പം ഏത് ദൈവത്തെ എന്ന് അല്ല, ഏത് ദൈവത്തിനെയും നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ യൂണിവേഴ്സിനെ വിളിക്കാം. ആരെ വേണമെങ്കിലും നമുക്ക്, ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന എന്തിനെയാണോ വിശ്വസിക്കുന്നത്, കല്ലിനെയോ മണ്ണിനെയോ മരത്തിനെയോ മഴയോ വെള്ളമോ അങ്ങനെ എന്തിനെയാണോ നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വസിക്കുന്ന സാധനത്തിനെ നമുക്ക് വിശ്വാസപൂർവ്വം വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ, ഒന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പ്രെയർ ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കും. അതേപോലെ തന്നെ നമുക്ക് മനസ്സിന് എന്താ പറയുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ചിലപ്പം എനിക്കറിയില്ല, ഒരു 1-2 ആൾക്കാരെങ്കിലും ലേസി ആയിട്ടിരിക്കുന്നവർ ചിലപ്പം മേ ബി കാണുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് അത് പടപടാന്ന് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ചെയ്തിട്ട് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പം എൻ്റെ ചേച്ചിയുടെ വീഡിയോ എനിക്ക് ഹെൽപ്ഫുള്ളായി. ഞാൻ അത് കേട്ടിട്ട് ഞാൻ പ്രെയർ നിർത്തി വെച്ചായിരുന്നു, ഞാനത് റീസ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയൊക്കെ പറയണം കേട്ടോ. അപ്പം എനിവേ, അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഈ കോഫി മേക്കറും പിന്നെന്തുമായിരുന്നു, ഒരു എയർ ഫ്രയറും ആണ് അവിടെ ഇരുന്നത്. അപ്പം ഞാൻ പുതിയൊരു കബോർഡ് വന്നപ്പോഴത്തേന് ഞാൻ ഇവരെയൊക്കെ എടുത്ത് അവിടോട്ടാക്കിയായിരുന്നു. അപ്പോൾ അതൊരു രസമില്ലാന്ന് തോന്നിയുകൊണ്ട് പിന്നെ തിരിച്ച് ഞാൻ ഒന്നുകൂടെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ആ ഇരുന്നിടത്ത് തന്നെ കൊണ്ടുവച്ചു. സത്യം പറഞ്ഞാൽ അന്നേരമാണ് കേട്ടോ ഒന്ന് വൃത്തിയായത്. എനിക്ക് അതിന് മുന്നേ എന്തോ ഭയങ്കര ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഫീല് പോലെ തോന്നിയായിരുന്നു. എനിവേ, നമ്മൾ പ്രെയറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രെയർ, അതുപോലെ ഞാൻ പറഞ്ഞു വന്നേ, ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഡെയിലി റൊട്ടീനിൽ ഞാൻ ഒഴിവാക്കാണ്ട് മിസ് ചെയ്യാണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം ഒന്നത്. പിന്നെ 2, ഡയറിയിൽ നമ്മൾ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നാളെ നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ഒന്ന് എഴുതി വെക്കുക. അത് എഴുതി തന്നെ വെക്കുക. അല്ലാണ്ട് ഫോണിൽ നോട്ട് ചെയ്യാനോ മനസ്സിൽ നോട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും പോകാണ്ട് ബുക്കിൽ നമുക്ക് എഴുതി വെക്കും. ഇപ്പം നാളെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാളെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം. കാരണം എനിക്ക് അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടോപ്പിക്ക് പറഞ്ഞത്. അപ്പം പാസ്പോർട്ട് റിന്യൂ ചെയ്യണമെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കാം പാസ്പോർട്ട് റിന്യൂവൽ, അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പം അങ്ങനെ എഴുതി വെക്കുക. അതുപോലെ നാളെ ബേബിക്ക് എന്ത് ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വെച്ചിട്ടാണ് പറയണത് കേട്ടോ. അപ്പം നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട്, ഇപ്പം നാളെ എക്സാമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നാളെ എക്സാമിന് പോകണം, അല്ല എക്സാമിന് പഠിക്കണം, ഇന്ന ടോപ്പിക്സ് പഠിക്കണം. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എഴുതുന്നത് എപ്പോഴും പവർഫുള്ളാണ്. നമ്മൾ എന്തെഴുതിയാലും നമ്മുടെ മൈൻഡിൽ അത് ഭയങ്കരമായിട്ടും മനസ്സിൽ കയറും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഡയറിക്കകത്ത് ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു അത് വേണമെങ്കിൽ നോട്ട് ചെയ്യുക. പണ്ട് നമ്മൾ ഡയറി എഴുതില്ലേ, അതേപോലെ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു അത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണ് ദൈവത്തിനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട്, അത് എഴുതി വെക്കുക. അപ്പോൾ അതും ഒരു കൈൻഡ് ഓഫ് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പോലെ തന്നെയാണ് കേട്ടോ. അത് ഡെയിലി ചെയ്യുക, ഡെയിലി എഴുതി വെക്കുക. അത് ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിത്തരും, ഉറപ്പാണ്. പിന്നെ അപ്പോൾ ഈ ജേഡിക്കുട്ടിനെ ഞാൻ ഓൾറെഡി ഉറക്കാൻ കൊണ്ട് കിടത്തിയതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ജേഡിക്കുട്ടിന് എൻ്റെ കൂടെ പ്രെയറിലൊക്കെ ഇരിക്കും കേട്ടോ. എൻ്റെ കൂടെ പ്രെയറിലിരിക്കും, എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യും. അവനെ കൊണ്ട് പറ്റുന്നതൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ അങ്ങനെ അറിയില്ല, എന്നെ ബുദ്ധിമുട്ടിക്കാണ്ട് എൻ്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാനിപ്പം ഓൾറെഡി ഞാൻ പ്രഗ്നൻറ്റും കൂടിയാണ്. അപ്പം എനിക്ക് അതും പ്ലസ് എൻ്റെ ഈ 2 വയസ്സുള്ള കുഞ്ഞും പിന്നെ ഇത്രയും കാര്യങ്ങളും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് വേറെ ആരും ഇവിടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനില്ല. എൻ്റെ ഹസ്ബൻഡ് രാവിലെ എല്ലാം മീൻസ് ഒരു ഉച്ച കഴിയുമ്പോഴത്തേന് ജോലിക്ക് പോകും, പിന്നെ നൈറ്റാണ് വരുന്നത്, പിന്നെ ഉറങ്ങണം. അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ദൈവം അനുഗ്രഹിച്ച് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഡിഷ് വാഷറിൽ ഞാൻ അത്യാവശ്യം ബാക്കി വന്ന സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തു. അതിനിടയ്ക്ക് ജേഡിക്കുട്ടനാണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടായിരിക്കണം ഭയങ്കരമായിട്ട് കരഞ്ഞു. പിന്നെ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തിയേക്കുവാണ്. അവിടെ ഇരുത്തിയപ്പോൾ ഇയാൾ പറ്റില്ല, ഇരിക്കണില്ല. പിന്നെ 2 ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു. അങ്ങനെ ആ ബിസ്ക്കറ്റിൻ്റെ പുറത്താണ് അവിടെ ഇരിക്കുന്നത്. ഇനി ആ ബിസ്ക്കറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ കുസൃതിയും കൊണ്ടിരിക്കും. അവനെ ഇറങ്ങിപ്പോവാനാണ്. ഇറങ്ങിയിട്ട് ആ ഡിഷ് വാഷറിനെ മറ്റേ പാത്രങ്ങളൊക്കെ പറക്കാനുള്ളൊരു ടെൻഡൻസിയാണ്. അതിലെല്ലാം ഒന്നാമതേ വേസ്റ്റ് പാത്രമല്ലേ, അതുകൊണ്ട് അവനകത്ത് ഇറക്കി വിട്ടാൽ ഞാൻ പോയി പിടിക്കും. അതിനാണ് ഞാൻ അതിൽ കയറ്റി ഇങ്ങനെ ഇരുത്തിയേക്കണത്. അപ്പോൾ അവിടെ ഇരുന്നോളും. പിന്നെ വൈകിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാല് കുടിക്കും, മീൻസ് കിടക്കുന്നതിന് മുന്നേ. അപ്പം പാല് കാച്ചണം, അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ പയ്യെ വാഷ് ചെയ്ത് വെക്കുവാണ്. അപ്പം വാഷ് ചെയ്ത് വെക്കുമ്പോഴത്തേന് എൻ്റെ കാര്യങ്ങളും നടക്കും, പിന്നെ പാത്രങ്ങളൊക്കെ ഒതുങ്ങും, പിന്നെ വീഡിയോയിലും എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും. ഇങ്ങനെ അപ്പം പാല് നമ്മളിവിടെ വാങ്ങണത് 0% ഫാറ്റിൻ്റെ പാലാണ്. ചായ ഇടാനാണെങ്കിൽ 1%. അപ്പം അതെന്ന് പറഞ്ഞാൽ കൊഴുപ്പ് കാണത്തില്ല. അപ്പം അങ്ങനെ പാല് കാച്ചിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാല് കാച്ചി കുടിക്കണം. ഞാൻ ഓൾറെഡി ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ്. ഇതിനിടയ്ക്ക് ഞാൻ ചോറും കഴിച്ചായിരുന്നു കേട്ടോ. വിശന്നപ്പം ചോറും രസം, പിന്നെ ക്യാബേജിൻ്റെ തോരൻ, ചിലയിടത്ത് ഉപ്പേരി എന്ന് പറയും. പിന്നെ മുട്ട പൊരിച്ചത്, ചമ്മന്തിപ്പൊടി, അച്ചാർ, അങ്ങനെ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. പതിവില്ലാണ്ട് ഞാൻ രസം വെച്ചു. ഞാനങ്ങനെ രസം ഐറ്റം അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കുന്നത് ഭയങ്കര റെയറാണ്. അപ്പോൾ ഇന്ന് പനിയും കൂടെ അല്ലേ, അപ്പം ഞാൻ ഓർത്തു അന്ന് ഇച്ചിരി കുരുമുളകും അങ്ങനെ കുറേ മറ്റൊരു കഷായം പോലെ അങ്ങനെ, അപ്പോൾ ഇച്ചിരി ഏറെ ഇഞ്ചി, വെളുത്തുള്ളി. അതൊരു ടിപ്പിക്കൽ രസമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ പനിയുടെ ഇതനുസരിച്ചിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ ഉണ്ടാക്കിയൊരു രസമാണ്, മല്ലിയിലയൊക്കെ ഇട്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഷെയർ ചെയ്ത് തരാം ഇനി ഉണ്ടാക്കുമ്പോൾ. ഇപ്പം എന്തായാലും ഞാനത് വീഡിയോ എടുത്തില്ല, രാവിലെ രസം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ മറ്റേ കിളിമീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കിളിമീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെയൊക്കെ ചുമന്ന മീനെന്ന് പറയും. പിന്നെ അതിന് വേറെയും പേരുകളുണ്ട് കേട്ടോ. ഭയങ്കര ഒരു മാംസത്തിന് കട്ടിയില്ലാത്ത ഒരു സൈസ് മീൻ. അപ്പം ചെങ്കലവ എന്നൊക്കെ പറയും.
അങ്ങനെ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അതും കൂടെ ഫ്രൈ ചെയ്യാമെന്ന്. അങ്ങനെ അതും ഫ്രൈ ചെയ്ത് അങ്ങനെ കുറേ കൂട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വൈകിട്ട് കഴിച്ചു. പിന്നെ ഈ പാല് തിളപ്പിക്കുന്നത് രാത്രി കിടക്കുന്നതിന് മുന്നേ. ഇനിയിപ്പം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് അത് ഓൾറെഡി കഴുകാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഓണാക്കിയില്ല. അതിനെയും കിച്ചണിൽ നിന്ന് മാറി പോകുമ്പോഴത്തേനേ ഞാനത് ഓണാക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെള്ളം നമ്മൾ ഈ ബാക്കി കുറച്ച് പാത്രം എനിക്ക് കഴുകാനുണ്ടല്ലോ, അപ്പം ഈ വെള്ളം കുറച്ച് സ്ലോ ആയിപ്പോവും സംടൈംസ്, എപ്പോഴും ഇല്ല. ഇപ്പോൾ താഴെ ആൾക്കാർ വെള്ളം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇതും കൂടെ ഓണാക്കുമ്പോഴത്തേനൊക്കെ വെള്ളം കുറച്ച് സ്ലോ ആയിപ്പോവും. അപ്പം താഴെ എനിക്ക് 2 ഫാമിലി ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. താഴെ നമുക്ക് 2 യൂണിറ്റാണ്. അപ്പം അവിടെ 2 ഫാമിലീസ് നമുക്ക് ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് നല്ലതാണ്. അവരും മലയാളികളാണ് കേട്ടോ. അവർ കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരാണ്. നല്ല ആൾക്കാരാണ്. നല്ല നമ്മളൊരു ഫാമിലി പോലെ കഴിയുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴെങ്കിലും അവർക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കാണിക്കാമേ. വരാൻ ചാൻസ് ഇല്ല, എന്നാലും നോക്കട്ടെ എപ്പോഴെങ്കിലും. പിന്നെന്താണ്, പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ജേഡിക്കുട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് ദേഷ്യം വരുന്നുണ്ട്. അവന് ഇറങ്ങിപ്പോണം, 2 ഈ ഇറങ്ങിപ്പോയിട്ട് അത് ഇതൊക്കെ ഒന്ന് പിടിക്കണം. അവനൊത്തിരി കാര്യങ്ങൾ ചെയ്യാമല്ലോ. കബോർഡ് തുറക്കാം, സാധനങ്ങൾ പറക്കാം. അപ്പോൾ ഇതൊന്നും അവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പോയി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കാണുന്നൊന്നുമില്ല. അലയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പാത്രങ്ങൾ ഇനി ഇത് കഴുകി മാറ്റണം. പിന്നെ പാല് കാച്ചി വെച്ചത് അതെടുക്കണം. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ജേഡിക്കുട്ടിന് ഓൾറെഡി പാമ്പേഴ്സും ഡ്രസ്സും ഒക്കെ ചേഞ്ച് ചെയ്ത് അവൻ്റെ ബോഡി ഒന്ന് വാഷ് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോയി ഞാൻ കിടത്തിയതായിരുന്നു. പക്ഷേ അപ്പോഴത്തേന് സാറ് എന്തോ ഇനിയും സ്വപ്നം കണ്ട് പേടിച്ചാണോ എന്താണോ അറിയില്ല, ഭയങ്കരമായിട്ട് കരഞ്ഞു. പതിവില്ലാണ്ട് അങ്ങനെ കരയുന്നതല്ല. പിന്നെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വന്നു. ഞാൻ എടുത്തപ്പോൾ ഇങ്ങനെ ഏങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ പേടിച്ചാണെന്ന് തോന്നുന്നു. എന്തായാലും സാറ് എൻ്റെ കൂടെ പിന്നെ ഇങ്ങനെ കിച്ചണിൽ വന്നു. അപ്പം അങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു വരുമ്പോഴത്തേന് എന്തെങ്കിലും കഴിക്കാനാക്കാമെന്ന്. ഫുഡ് ഓൾറെഡി ഉണ്ട്, അല്ലാണ്ട് എന്തെങ്കിലും സ്നാക്സ് പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന്. ഞാൻ മിക്ക ദിവസങ്ങളിലും ആവുന്ന ദിവസങ്ങൾ കേട്ടോ, എനിക്ക് ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി വെക്കും. ഉള്ളിവടയോ പരിപ്പ് വടയോ അങ്ങനെ. പിന്നെ എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഒരു പഴംപൊരി ഭയങ്കര പഴംപൊരിയുടെ ഫാനാണ്. അപ്പം അതിപ്പോൾ എത്ര കൊടുത്താലും കഴിച്ചോളും. ഏത്തയ്ക്ക. അപ്പം വേറെ അങ്ങനെ ഒരു ഫുഡിനോടും അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം കഴിക്കും കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഫുഡ് വേണം, അത് വേണം, ഇത് വേണം അങ്ങനെയൊന്നുമില്ല. സാഹചര്യം അനുസരിച്ചിട്ട് പാവം എല്ലാം കഴിച്ചോളും. അപ്പം ഞാൻ പിന്നെ ഈ ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുറേയും കൂടി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും മൺഡേ ട്യൂസ്ഡേ ഇവിടെ ബിരിയാണി തന്നെയായിരിക്കും. എന്നും പറഞ്ഞ് നെയ്യൊക്കെ ഇട്ട് ഭയങ്കര ആർഭാടമുള്ള ബിരിയാണിയൊന്നുമല്ല, ചുമ്മാ കുക്കറിൽ പറയുമ്പോൾ ഒരു ബിരിയാണിയും എന്നാൽ കാണുമ്പോൾ അതൊരു ചിക്കനും റൈസും പോലൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു വൺ പോട്ട് ചിക്കൻ റൈസ് എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെയുള്ള ഇതാണ് ഞാൻ മൺഡേ ട്യൂസ്ഡേ ഉണ്ടാക്കാറ്. അതാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്കത് ഉച്ചയ്ക്ക് അതാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ എനിക്ക് ചോറാണ് എനിക്കിഷ്ടം കേട്ടോ. പേഴ്സണലി നമ്മുടെ ചോറും നാടൻ കറികളും ഒക്കെയാണ്. എനിക്ക് ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡിനോടൊന്നും ഞാൻ അത്ര എന്താ പറയുക ഫാനല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഫുഡ് ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ്. നാട്ടിൽ വെച്ചിട്ടാണെങ്കിലും ഫുഡ് വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഫുഡിൻ്റെ ഫാനാണ്. അമ്മ എന്ത് ചെയ്താലും എന്തുണ്ടാക്കി തന്നാലും ഞങ്ങൾ ഓക്കെ ആയിരുന്നു, ഞാനും എൻ്റെ ബ്രദറും ഒക്കെ. അപ്പം അത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെയൊക്കെ ടേസ്റ്റ് വായിലുണ്ട്.
മറ്റേ അമ്മ ഒരു വെള്ളരിക്ക കറി, അതുപോലെ തന്നെ ഒരു മുരിങ്ങയുടെ ഇല വെച്ചിട്ട് കറി, മത്തൻ്റെ തോരൻ, മത്തൻ്റെ ഇലയൊക്കെ വെച്ചിട്ടുള്ള തോരൻ, ചക്കക്കുരു മാങ്ങയും കൂടെ ഇട്ടിട്ടുള്ള കറി, പിന്നെ അങ്ങനെ അമ്മയുടെ സിഗ്നേച്ചറായിട്ടുള്ള കുറേ കറികളുണ്ട് കേട്ടോ. അമ്മ നല്ല തോരൻ, അമ്മ നല്ല കറി വെക്കും, നല്ല മീൻ കറി. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ടും ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത് ഈ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് കുറച്ചും കൂടെ അതൊക്കെ മിസ് ചെയ്യും. പിന്നെ വീട്ടിൽ നിന്ന് മാറി നമ്മൾ മാരേജൊക്കെ കഴിഞ്ഞ് പോകുമ്പം അമ്മയുടെ കറികളൊക്കെ ഒത്തിരി മിസ് ചെയ്യും കേട്ടോ. കാരണം കല്യാണമൊക്കെ കഴിയാത്ത ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളൊക്കെ അവർ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് സ്വാദോടെ കഴിക്കണം കേട്ടോ, വഴക്കുണ്ടാക്കാണ്ട്. കാരണം പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മുടെ നാടൊക്കെ വിട്ട് നമ്മൾ വേറെ നാട്ടിൽ ഹോസ്റ്റലിലോ പഠിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ജോലിക്കായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വേറെ എവിടെയെങ്കിലും ഇതുപോലെ സെറ്റിലാവും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മൾ മിസ് ചെയ്യും അമ്മയുടെ ഫുഡൊക്കെ. അമ്മമാരുടെ ഫുഡ്, അവനവൻ്റെ അമ്മയുടെ ഫുഡ് അവരവർക്ക് സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ അമ്മയുടെ ഫുഡ് വേറൊരാൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ മേ ബി അവർക്ക് അത്ര ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ അവരവരുടെ പേരൻസ് എന്ത് വെക്കുന്നു, അവരവരുടെ അമ്മ എന്ത് ചെയ്യുന്നു, അതാണ് നമുക്ക് ഏറ്റവും നമ്മൾ വരുന്ന സിറ്റുവേഷൻ, നമ്മളുടെ സാഹചര്യമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ, എന്താണോ ഇഷ്ടം, അമ്മയൊക്കെ എന്തുണ്ടാക്കി തരുന്നു, എൻ്റെ അമ്മയൊക്കെ മുളക് ഉടച്ച് തന്നാലും എനിക്ക് ഭയങ്കര തരുന്നു. അതുപോലെ എൻ്റെ അമ്മച്ചി, സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഓർക്കണം, ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ സമയത്ത് ഇങ്ങനെ ഓർക്കുവാണ്. എൻ്റെ അമ്മച്ചി, അതായത് അമ്മയുടെ അമ്മ ഭയങ്കര ടേസ്റ്റായിട്ട് ഫുഡ് വെക്കും. ഇപ്പോഴും എനിക്ക് അമ്മച്ചി വെക്കുന്ന ചിക്കൻ കറി, മരിച്ചു പോയി കേട്ടോ, കഴിഞ്ഞ് 2 വർഷമായി. അപ്പം അമ്മച്ചി വെക്കുന്ന ചിക്കൻ കറിയാണെങ്കിലും, അമ്മച്ചി മുളക് ഉടച്ച് മറ്റേ അരിയുടെ അടയ്ക്കുന്ന അടപ്പിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് അമ്മച്ചി പച്ചമുളകൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചതച്ച് ഇങ്ങനെ ഒരു ചമ്മന്തി പോലെ ആക്കി തരുമായിരുന്നു. അതിൻ്റെ സ്വാദൊക്കെ ഇപ്പോഴും എൻ്റെ വായിക്കാത്തതുകൊണ്ട് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ വെള്ളം ഇറക്കുന്നുണ്ട്. കാരണം ആ ചിക്കൻ കറി, ആ ചമ്മന്തിയൊക്കെ, കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഒക്കെ, എന്താ പറയുക, അതൊക്കെ ഭയങ്കര സ്വാദായിരുന്നു കേട്ടോ. അന്നല്ല, അത് ഓർക്കുമ്പോഴും സ്വാദ് വരുന്നുണ്ട്. അപ്പം അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം. അതൊക്കെ അമ്മച്ചിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ ഭയങ്കരമായിട്ടും സത്യം പറഞ്ഞാൽ മിസ് ചെയ്ത്. അമ്മച്ചി കുറേ നാൾ വയ്യാണ്ട് കിടപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞങ്ങനെ പോയി. പഴംപൊരി വലിയ ഇഷ്ടമാണ്. അപ്പം പഴംപൊരി ഞാൻ ഓർത്തെന്നാൽ പിന്നെ 2 ഏത്തയ്ക്ക ഇരിപ്പുണ്ട്, അത് കുഞ്ഞ് സ്ലൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു 2 സെറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പഴംപൊരിയുടെ കഥ പറഞ്ഞു, ഫുഡിൻ്റെ കഥ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് എന്താ പറയുക, ഏത്തയ്ക്കാപ്പം കുറച്ച് 2 സെറ്റ് ഓൾറെഡി അവിടെ ഇതായി. പിന്നെ ഞാൻ താഴെ തൂക്കാനുണ്ടായിരുന്നു. തൂക്കാൻ പ്രത്യേകിച്ച് പൊടിയൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ മണ്ണല്ല, ഈ ചെറിയ ചെറിയ പൊടികൾ ചവിട്ടുന്ന പോലെ തോന്നിയായിരുന്നു. അപ്പം ഞാൻ ഓർത്തു തൂത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഏകദേശമൊക്കെ കഴിയാറായി, എൻ്റെ എനർജിയും കഴിയാറായി, എൻ്റെ ജോലിയും കഴിയാറായി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുമണി പയ്യെ വഴക്കുണ്ടാക്കിയായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് എടുത്തു. എനിക്കറിയാം ഇനി അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കുസൃതി കാണിക്കുമെന്ന്. അങ്ങനെ അതിൽ നിന്ന് എടുത്തു. പിന്നെ കുറച്ച് നേരം ഇച്ചിരി നേരം അവനെ ഒന്ന് കളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കൊണ്ടുപോയി കിടത്താം, കാരണം കുഞ്ഞല്ലേ, ഇനിയും ഇരിക്കത്തില്ലല്ലോ, ഒത്തിരി സമയമായി. എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അതിൽ നിന്ന് എടുത്തു. പിന്നെ അപ്പോഴത്തേനും എൻ്റെ കിച്ചൺ കണ്ടോ, ക്ലീനാക്കി ഇട്ടു. എനിക്ക് കിച്ചൺ ഇങ്ങനെ ക്ലീനായി കിടക്കുന്ന കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാലുമൊക്കെ എടുത്തുകൊണ്ട് പോയി കിടക്കാനുള്ള തയ്യാറെടുപ്പായി. പിന്നെ ജേഡിക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നത് ഓൾറെഡി ഞാൻ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റൊക്കെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്, അവിടെയുണ്ട്, ഇപ്പുറത്തെ സൈഡിലൊരു ഫാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ റൂമിൽ അത്യാവശ്യം നല്ല ചൂട്, ഇപ്പോൾ ഇവിടെ സമ്മറാണല്ലോ, ചൂട് തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഫാൻ ഓണാക്കുവാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു. ഫാൻ ഞാൻ ഓണാക്കി കൊടുക്കാൻ, ഞാനത് പ്ലഗ് ചെയ്തിട്ടില്ല, കാരണം അവൻ പോയി അത് ഓണാക്കി കൊടുക്കുകയെല്ലാം ചെയ്താൽ അറിയത്തില്ലല്ലോ.
കൈയൊക്കെ കൊണ്ട് ഇട്ടാലോ, കൈയൊക്കെ കൊണ്ട് അതിലിട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്ലഗ് ചെയ്ത് ഇടാത്തത്. എന്തായാലും അത് ചെയ്ത് കൊടുത്തു. പിന്നെ മറ്റേ ഫാനും 2 സെറ്റാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പ്രീനേറ്റിൽ എടുക്കാനുണ്ടായിരുന്നു ടാബ്ലറ്റ്. അത് കഴിച്ചു. അത് കഴിച്ചിട്ട് പിന്നെ നേരെ കിടക്കുവാണ്. ഇച്ച വരുമ്പോഴത്തേന് നല്ല ലേറ്റാവും. ഇനിയും ഇച്ചയെ ഫോണൊക്കെ വിളിച്ച് ഇങ്ങനെ കട്ടിലേ കിടക്കും. അത് കഴിഞ്ഞ് ഇച്ച വരുമ്പോഴത്തേന് ഉറങ്ങും. അതാണ് എൻ്റെ ഒരു റൊട്ടീൻ. എന്നിട്ട് രാവിലെ ഒരു 6 മണി 7 മണി ആ സമയമാകുമ്പോഴത്തേന് എണീക്കും. അതാണ് ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് തന്നെയാണ് എല്ലാ ദിവസവും കേട്ടോ, കാഷ്വലായിട്ടുള്ള എല്ലാ ദിവസവും ഇത് തന്നെയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടിൽ ദെൻ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.